പ്രാക്ടീസ് ചെയ്ത് മാറ 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 നടനം ചെയ്യണം നല്ല കേളി ജഗത്തിൽ വളർത്തിടണം നൃത്യതരമൊന്നു പാടിടുവാൻ ഉദ്യോഗഭേദം കുറയ്ക്കരുതേ വിദ്യുല്ല താങ്ങി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നു നീ സദ്യമതാങ്ങി ധനം തകർത്തി വിദഗ്ധയെ തത്വം തത്വമെന്നും മദ്ദളം വാതയ ചന്ദ്രലേക്ക് നല്ല പദ്യങ്ങൾ ചൊല്ലുക നിരന്തരേ ആണിവളകൾ കിലുങ്ങിടവേ പാരം ചെളുറ്റ കൊണ്ട കുലങ്ങിടവേ ആണിവളകൾ കിലുങ്ങിടവേ പാരം ചെളുറ്റ കൊണ്ട കുലങ്ങിടവേ വേണിയണിഞ്ഞും നവസുമശ്രീ പൊഴിഞ്ഞും കളമൃദുവാണി മൊഴിഞ്ഞും സഖിയെ കല്യാണി കരവേണി സുഖവാണി ശുശ്രൂണി നാമി നന്ദി കുമ്മിയടിച്ചിടണം നന്നായി വഴങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വഴങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വഴങ്ങി കുമ്മിയടിച്ചിടണം. വേറെ ഏതുണ്ട് പ്രോഗ്രാംസ് ബാക്കി? ഫ്യൂഷൻ ഇല്ല പെണ്ണുങ്ങളെ அடிச்சா தாங்க மாட்டேன் 4 மாசம் தூங்க மாட்டேன் மோதி பாரு வீடு போய் சேர மாட்டேன்
ഓണാഘോഷം നടക്കുന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ച് 10 മക്കളോടും മരുമക്കളോടും ചോദിക്കുമ്പോൾ അവർ പറയുന്ന അഭിപ്രായങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആരും എന്നോട് പിണങ്ങരുതെന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ആദ്യമായി നമുക്ക് പുരുഷന്മാരിൽ നിന്ന് തുടങ്ങാം. മൂത്ത മകനായ രാമദാസിനോട് ആദ്യം ചോദിക്കാം. ഹലോ ചേട്ടാ, ഇവിടെ ഒരു ഓണാഘോഷം നടക്കുന്നതായിട്ട് അറിഞ്ഞല്ലോ. ചേട്ടനാണ് ഈ മൂത്തതായിട്ട് ഈ കുടുംബത്തിലുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ച് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഓണാഘോഷം കൊള്ളാം. നടക്കട്ടെ. ഞങ്ങളെല്ലാം എനിക്ക് സമ്മതം തന്നെ, ഞാൻ വരും. പക്ഷെ കോമളത്തിന് മക്കളും പ്രത്യേകം വിളിക്കണം കേട്ടോ. സന്തോഷമാണ്, ചേട്ടന് സന്തോഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓണാഘോഷം നടക്കുന്നതിൽ എന്നാണ് അറിവ്. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ചേച്ചിയായ അമ്മക്ക് ചേട്ടത്തി ചോദിക്കാം. ചേട്ടത്തി അമ്മ ചോദിക്കുകയാണ്. ചേട്ടത്തി ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നതായിട്ട് അറിഞ്ഞു. ചേട്ടത്തിക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഓ, നമ്മൾ ആരും ഇവിടെ ഓണാഘോഷത്തിനെ കുറിച്ച് അഭിപ്രായം പറയാൻ കഴിവും അഭിനയിക്കാൻ ശേഷിയുള്ളവരും തരം പോലെ നിൽക്കാൻ അറിയാവുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അവർ അഭിനയിക്കും. അങ്ങനെ വന്ന് ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരിക്കാം. അടുത്തതായി മൂന്നാമത്തെ മകന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഹലോ, ശിവപ്രസാദിനോട് ചോദിക്കാം. ഹലോ ചേട്ടൻ ഇപ്പോ ഗുജറാത്തിൽ നിന്ന് ഈ ഒരു ഓണാഘോഷത്തിന് വേണ്ടിയാണ് വന്നതെന്നാണ് പറയുന്നത്. ചേട്ടന് ഈ ഓണാഘോഷത്തെ കുറിച്ച് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്നറിഞ്ഞാൽ കൊള്ളാം. ഞങ്ങള് ഇവിടെ ഓണാഘോഷം നടത്തണം. പക്ഷെ എനിക്ക് ഫസ്റ്റിലെ പറയാനുള്ളത്, നമ്മൾ അച്ചടക്കമായിട്ട് സ്വരുമിപ്പായിട്ട് ഒരുമിച്ച് വഴക്കും ഒന്നും കൂടാതെ നടത്തണം. പക്ഷെ ഇവിടെ നമ്മളെ ബന്ധുക്കളെയും ആളുകാരെയും സ്നേഹിതരെയും എല്ലാവരെയും വിളിക്കണം. അവരെയൊക്കെ വിളിച്ച് നമ്മൾ സ്വീകരിച്ച് സൽക്കരിച്ച് അതിൻ്റെതായ രീതിയിൽ അവരൊക്കെ ആ മാന്യത കൊടുത്ത് വിടണം. പക്ഷെ ഞാൻ എൻ്റെ സഹോദരിമാരെ അടുത്തൊന്ന് കഴിക്കുമോ നിങ്ങൾ ആരും അടുത്തതായി ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അറിയാമല്ല. ചേച്ചി ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നു, അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഓണാഘോഷമെല്ലാം കൊള്ളാം. നമ്മളെ കലകളും കഴിവുകളും നമ്മളെ മനസ്സിൽ ഉറങ്ങി കിടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്കിവിടെ കാണിക്കാൻ പറ്റും. പക്ഷേ എല്ലാം നല്ല സഹകരിക്കാം. പക്ഷെ സാമ്പത്തികം മാത്രമല്ല, പൈസ ഇല്ല. പിന്നെ നമ്മളാണെങ്കിൽ ഇപ്പൊ മീൻ പോലും വാങ്ങിക്കുന്നില്ല. മിക്ക ദിവസം ചിക്കനും മട്ടനുമാണ് കഴിക്കുന്നത്. ഇപ്പൊ ഓണം പ്രമാണിച്ച് ഇപ്പൊ 2-3 പട്ടുസാരിയെങ്കിലും വാങ്ങിച്ചാലല്ലേ അവിടെ ഉള്ളവരെല്ലാം തോൽപ്പിക്കാൻ പറ്റൂ. പൈസ ഭയങ്കര, പൈസ മാത്രം നിങ്ങൾ ചോദിക്കാതെ ഓണാഘോഷവും എന്തിനാഘോഷവും നടക്കുക. അടുത്തതായി പത്മനാഭന്റെ നടയിൽ കണക്ക് നോക്കുന്ന സഹോദരിയായ സരോജിനി അമ്മയോട് നമുക്ക് ചോദിക്കാം. ചേച്ചി ഇവിടെ ഒരു ഓണാഘോഷം നടക്കുന്നു എന്ന് പറയുന്നു. ചേച്ചിക്ക് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ചേച്ചിക്കാണല്ലേ കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളത്. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായം ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ചേച്ചി എന്താണ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്, അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്? അതെ, ഞാൻ എന്റെ ഒരു കണ്ണ് ഒരു കാത് എന്റെ സഹോദരിയുടെ വീട്ടിൽ ഇട്ടേക്കാണ്. പിന്നെ ഓണാഘോഷം നമ്മൾ എല്ലാവരും നല്ലതുപോലെ നല്ല രീതിയിൽ നടത്തണം കേട്ടോ. നമ്മൾ സ്വരീപ്പോടെ വന്നു കയറി നമ്മൾ ഇവിടെയുള്ള പെൺപിള്ളേരൊക്കെ 17-ലും 18-ലും 19-ലും ഒക്കെ വന്നു കയറി നമുക്ക് അവരെ ഒരിക്കലും കളയാൻ പറ്റൂല. അവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് സ്നേഹിച്ച് കൊണ്ടുപോകണം. പിന്നെ അവരെ ദ്രോഹിക്കണം. അതിനുള്ള ഐഡിയ ഒക്കെ എൻ്റെ ഉണ്ട്. അടുത്തതായി നമുക്ക് ഇവിടുത്തെ ഈ കുടുംബത്തിലെ നാഥനായ ചന്ദ്രഹാസനോട് ചോദിക്കാം. എന്താണ് ചന്ദ്രഹാസന്റെ അഭിപ്രായം ഈ ഓണത്തിനെ കുറിച്ചൊന്ന് ചോദിക്കാം.
ഹലോ അണ്ണ, അണ്ണൻ എന്താണ് അഭിപ്രായം? ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നു, അതിൽ അണ്ണൻ എന്താണ് പറയാനുള്ളത്? എന്റെ ഓർമ്മയിൽ അച്ഛൻ അങ്ങനെ ഒരു ഓണാഘോഷത്തെ കുറിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. പിന്നെ ഓണാഘോഷം കളിക്കട്ട്, അവളൊക്കെ ആടെ പൊടിക്കേ എന്തൊക്കെ ചെയ്യട്ടെ അഹങ്കാരികള്. പിന്നെ അച്ഛനെ കണ്ടതുപോലെ ചെയ്യാം. അടുത്തതായി അപ്പൊ ചേട്ടന്റെ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ചേച്ചി ഇവിടെ ഒരു അംബികയോടാണ് ചോദിക്കുന്നത്. ചേച്ചി ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നു, അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ചേച്ചിയുടെ അഭിപ്രായം ഒന്ന് പറയണം. ഞാൻ 28 വർഷമായി ഇവിടെ വന്നു കയറിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർക്കും ഭർത്താവിനും വേണ്ടി ഞാൻ പാത്രം കഴുകി, തുണി നനച്ചു, എന്തെല്ലാം ഞാൻ ചെയ്തു. എനിക്ക് വേണ്ടി ജീവിച്ചില്ല, എൻ്റെ ഭർത്താവിനും ഭർത്താവിൻ്റെ ആൾക്കാർക്കും വേണ്ടിയാണ് ജീവിച്ചത്. പിന്നെ ഈ ഓണാഘോഷത്തിന്റെ പാത്രം അതും കൂടെ ഞാൻ കഴുകാം. ചേച്ചി എന്തിനാണ് ചേച്ചി ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? അത് കരഞ്ഞത് 28 വർഷം ഓണം ആഘോഷിക്കാതെ കടന്നു പോയല്ലേ ഓർത്ത് കരഞ്ഞതാണ്. അടുത്തതായി നമുക്ക് ചേട്ടനിടെ ചോദിക്കാം. ചേട്ടനാണ് നമ്മുടെ ചേട്ടനോട് ചോദിക്കാം. ഇവിടെ ചേട്ടനാണ് ഫുഡ് കമ്മിറ്റിയിൽ അംഗമില്ല, ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നു, അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് അഭിപ്രായം? ചേട്ടന്റെ അഭിപ്രായം പറയണം. ഓണാഘോഷം നമുക്ക് നടത്താം. പിന്നെ എനിക്ക് സന്തോഷം തന്നെ. പിന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതായി കുറെ സാധനങ്ങൾ വാങ്ങിച്ചു വാരിയിരുന്നാലും ഞാൻ ഏറ്റെടുക്കും. അടുത്തത് രാധ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ഹാൻഡെക്സിൽ വർക്ക് ചെയ്യുന്ന രാധ ചേച്ചിയോട് ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. ചേച്ചി ഇവിടെ ഒരു ഓണാഘോഷം നടത്താൻ നിശ്ചയിച്ചിരുന്നതായിട്ട് അറിഞ്ഞു. ചേച്ചിക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചേച്ചിയുടെ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാനും ജാഥയും മക്കളും കളിച്ചാലും കളിച്ചില്ലെങ്കിലും പ്രൈസ് തരണം. അങ്ങനെ തരും മാത്രം ഞാനും എൻ്റെ മക്കളും മരുമക്കളും ഇതിൽ പങ്കെടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു നിയമസഭയാക്കരുത്. അടുത്തത് നമുക്ക് വെള്ളനേട്ടത്ത് ചേട്ടനോട് ചോദിക്കാം. എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് ചോദിക്കാം. ചേട്ടാ വളരെ പ്രതീക്ഷിക്കാതെ എത്തിയതാണ് ചേട്ടൻ, അതുകൊണ്ട് ചേട്ടന്റെ അഭിപ്രായം കൂടെ നമുക്ക് ചോദിക്കാം. ചേട്ടാ എന്താണ് ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നതിനെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ചേട്ടന്റെ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഓണാഘോഷം അവര് നടത്തട്ടെ. എനിക്ക് ആ പണ്ണയിൽ പിടിച്ചോമാരെ മുമ്പേ എന്ന് പറഞ്ഞെടുക്കാൻ അവള് പോയി പങ്കെടുക്കുകയോ അവൾ അച്ഛന്റെ ഓണാഘോഷം നടത്തുകയോ എന്ത് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ അവളെ വിട്ടിട്ടുണ്ട്. നടത്തി ചേട്ടനും സന്തോഷം. ചേട്ടനും അടുത്തത് നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നു, അതിൽ ചേച്ചിക്ക് ആ ഓണാഘോഷത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചേച്ചിയുടെ അഭിപ്രായം ഒന്ന് പറയണം. നമ്മൾ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സന്തോഷമായിട്ട് മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അവതരിപ്പിക്കണം. അതാണ് അതിൻ്റെ വിജയം. നമ്മളെ വിജയം തന്നെ നമ്മളെ സ്വരൂപാണ്. ഈ ചേച്ചിയെ കണ്ടുപഠിക്കണം. ഈ ചേച്ചിക്ക് കണ്ട മക്കളെന്ന് വ്യത്യാസമില്ല, മരുമക്കളെന്ന് വ്യത്യാസമില്ല, സ്വന്തം മക്കളെന്ന് വ്യത്യാസമില്ല. ഇത്രയും നല്ല സ്വഭാവം, അതാണ് ഈ യുഗത്തിൽ ആവശ്യം. അങ്ങനെയാണ് കാത്തും പോരും അമ്മായി പോരും എല്ലാം ഒഴിവാക്കണം. അപ്പൊ ചേച്ചി ഞാനപ്പോ പോട്ടാ. എന്റെ വെള്ളനാട്ടമ്മച്ചി ഈ വന്നു അറിയാനെ എല്ലാത്തിനെയും നടത്തി തരണേ. അടുത്തതായി നമുക്ക് ഗൾഫിലെ
വർക്ക് ചെയ്യുന്ന ബാബുവിനോട് ചോദിക്കാം. ബാബുവിനോട് ചോദിക്കാം എന്താണ് അഭിപ്രായമെന്ന്. ബാബു, ഹലോ ചേട്ടാ, ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നതായിട്ട് അറിഞ്ഞു. ചേട്ടന്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഓണാഘോഷം നടത്തണം, നമ്മള് നല്ല രീതിയിൽ നടത്തണം. ദാമോരുള്ളവരെ മക്കളെ മരുമക്കളെയും വിലയും നിലയും പട്ടിയൂർക്കാവുകാർ അറിയണം. അതിനുവേണ്ടിയാണ് ഇവിടെ ഒരു ഓണാഘോഷം. നമ്മൾ അച്ഛൻ പണ്ട് 10 മക്കളെ ഉണ്ടാക്കിയത് തന്നെ ഈ ഓണാഘോഷത്തെ മുമ്പ് കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ നിന്ന് പങ്കെടുക്കണം. ദാമോരുള്ള ആരാണ് മോൻ? ഹലോ. അടുത്തതായി നമുക്ക് കൃഷ്ണദാസിന്റെ ഭാര്യയായ ലേഖയോട് നമുക്ക് ചോദിക്കാം. നമ്മുടെ കോർഡിനേറ്ററായിട്ട് വളരെ അവർ 1 വർഷമായിട്ട് ഉറക്കമില്ലാതെ ഇതിന്റെ പിന്നിൽ നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ചേച്ചിയെ കുറിച്ച് അവള് അതും പ്രത്യേകിച്ചും അവളെ ഭർത്താവിന് വേണ്ടിയാണ് അവള് മരിക്കുന്നത്. ഭർത്താവിന് വേണ്ടിയും ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടിയും. അതുകൊണ്ട് നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്ന്. ഹലോ ചേച്ചി, ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നു ചേച്ചിക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചേച്ചി അതിന്റെ അഭിപ്രായം പറയണം. ഞാൻ ദാമോരുള്ളവരെ മരുമോളായിട്ട് വളരെ അഭിമാനത്തോടെ ഇവിടെ വന്ന് കയറിയതാണ്. ഒരു മിനിറ്റ്. ഹലോ ബാബു ചേട്ടാ, എനിക്ക് ചേട്ടാ ഇവിടെ ഓണാഘോഷത്തെ കുറിച്ചൊരു ഇത് നടക്കുകയാണ് ചേട്ടാ, പരിപാടി ഇന്റർവ്യൂ. എനിക്കാണെങ്കിൽ തുമ്മണം ചേട്ടാ. ഞാൻ തുമ്മട്ടാ ചേട്ടാ? തുമ്മരുതെന്നാ? ഞാൻ തുമ്മല്ലെന്നാ? ഞാൻ തുമ്മൂല. മറ്റുള്ളവരെ തുമ്മിക്കണോ? ഞാൻ തുമ്മിക്കാം. അതുകൊണ്ട് എന്റെ നഷ്ടപ്പെട്ടു പോയ അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ രാപകലില്ലാതെ ഓടി ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്നത്. എന്റെ ഭർത്താവിന്റെ കുടുംബത്തിന്റെ അഭിമാനമാണ് എന്റെ അഭിമാനം. അടുത്തതായി നമുക്ക് 10ാമത്തെ മരുമകനോട് ചോദിക്കാം എന്താണ് അതിന്റെ അഭിപ്രായം. അപ്പോ ചേട്ടാ ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നു. ചേട്ടൻ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് കേൾക്കാം. ഇവിടെ ഓണാഘോഷം നടത്തുന്ന കൊള്ളാം. ഞാൻ എൻ്റെ പോലീസിലെ അറിവിൽ ഞാൻ ഒരുപാട് ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ അവനെ നിയന്ത്രിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇവിടുത്തെ ആഘോഷം നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ എൻ്റെ പോലീസ് ഭാഷ നിങ്ങൾ ആരും വെളിയെടുപ്പിക്കാതിരുന്നാ കൊള്ളാം. അടുത്തതായി 10ാമത്തെ മകളായ മീനയോട് നമുക്ക് ചോദിക്കാം എന്താണ് നിന്റെ അഭിപ്രായമെന്ന്. പിന്നെ ചേച്ചി ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നു. ചേച്ചിക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? രാമായണം, നാരായണീയം, ഭഗവത്ഗീത ഇതെല്ലാമായി നടക്കുന്ന എനിക്ക് ഈ ഓണാഘോഷമൊന്നും ഒരു ആഘോഷമല്ല. നമ്മൾ പിന്നെ നടത്തണം, എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ നടത്താം. പക്ഷേ നമ്മൾ സത്യസന്ധമായും കള്ളം പറയാതെയും സത്യമായിട്ടും നമ്മൾ നല്ല രീതിയിലൂടെ നമ്മളിത് നടത്താൻ ആരെയും കുറ്റം പറയാൻ പാടില്ല കേട്ടോ. നമ്മൾ ചെയ്തിട്ടും പറയാൻ പാടില്ല, ചെയ്ത് കഴിഞ്ഞ ശേഷവും പറയാൻ പാടില്ല. നമ്മളെല്ലാം ചെയ്യണം. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വന്നു കയറിയ മരുമക്കളങ്ങ് പൊക്കി തലയിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തരും വന്ന് എൻ്റെ അടുത്ത് പറയണം എന്തിനാണെന്ന് എനിക്ക് അറിയാം. ചേച്ചിയല്ലേ പറഞ്ഞത് ചേച്ചി ഇവിടെ കുറ്റം പറയാൻ പാടില്ല. പിന്നെ പഠിച്ചത് വലിയ പാടുള്ളൂ. നമ്മളെ അംബാസിഡറോട് ചോദിച്ചില്ല. അംബാസിഡർ അതാ കടന്നു വരുന്നു. നമുക്ക് ചോദിക്കാം എന്താണ് അഭിപ്രായം. ചേട്ടന് എന്താണ് ഭാസ്കരൻ നായരുടെ ചോദിക്കുക എന്താണ് ചേട്ടന്റെ അഭിപ്രായം എന്ന്. അപ്പൊ ചേട്ടൻ ഇവിടെ ഒരു ഓണാഘോഷം നടത്തുന്നു, ചേട്ടന് എന്താണ് പറയാനുള്ളത് എന്നുള്ള അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. എടേ യവനൊക്കെ എന്നിടെ ഓണാഘോഷം നടത്താറായത്. ഞാൻ വന്ന് കയറുമ്പോ എല്ലാം തീട്ടത്തിലും മൂത്രത്തിലും കിടക്കണം. പിന്നെ അവനൊക്കെ നടത്തണമെങ്കിൽ നടത്തട്ടെ, നമ്മൾക്കിതിൽ ഒരു വിഷമവും ഇല്ല. അവർ സന്തോഷമായിട്ട് നടത്തിക്കോട്ടെ. മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാവരും കൂടെ ചേർന്ന് നടത്തിട്ട്. പിന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് 2 ആത്മാക്കൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഞങ്ങൾക്ക് എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ പ്രവർത്തിച്ചാലും ഞങ്ങൾക്കും അടുത്ത ജന്മവും ഈ മക്കളും മരുമക്കളും ചെറുമക്കളും തന്നെ മതിയേ എന്നാണ് പറയുന്നത്.
എന്റെ ആണ്ടിയിലാണ്